എടാ ഇന്നലത്തെ സംഭവം വലിയ പ്രശ്നമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. കാര്യമാകും പ്രവചിച്ചത് അവർ കേട്ടാണ് ഉറപ്പാ. ഒന്ന് പോടാ, ഇതാവുന്നില്ല. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ട്രെയിനിൽ വെച്ച് നിനക്കവള് പണി തന്നു, കല്യാണ വീട്ടിൽ അവനെയും കൊണ്ടുപോയി തിരിച്ചും കൊടുത്തു. അപ്പോൾ സമാസമം. അപ്പോൾ ഇന്നലത്തെ പണിയോ പോടാ. എന്താ അല്ല ഇത്ര കൊച്ചുള്ള പങ്കാലത്ത് ബോട്ടും വിളിച്ച് ഇവിടെ വരേണ്ട വല്ല ആവശ്യമുണ്ടോ? എടാ ഞാൻ ആ കേസ് വിട്ടു. എനിക്ക് അവളൊട്ട് പരിചയമില്ല, അവൾക്ക് എന്നെയും പരിചയമില്ല. ഒരു മിനിറ്റ്. ഹലോ കിഷോറെ, കിട്ടിയാ? ഓഹ് യു ആർ വെരി ഫാസ്റ്റ് മാൻ. ഒരു മിനിറ്റ് ഈ SMS അയക്കാം അഡ്രസ് ഒന്ന്. ഓക്കെ ആ എടാ കഥയിൽ വൺ ട്വിസ്റ്റ്. നമ്മൾ ഇന്ന് തന്നെ തരൂഷിയെ പോയി കാണുന്നു. എടാ ഒരു പരിചയം കാണിക്കാത്ത അവളെ പോയിട്ട് ഞാൻ എന്തിനാ കാണുന്നത്? നിനക്ക് സാമിനെ കണ്ടുപിടിക്കണ്ടേ? അവനെ തരൂഷി കാണിച്ചു തരും. അതിന് ഇവിടെ പോയി കണ്ടിട്ട് എന്താ കാര്യം? എടാ ഈ മിച്ചു ആരാന്നാ നിന്റെ വിചാരം? ഇപ്പൊ എന്നെ വിളിച്ചാരെന്നറിയുമോ? എന്റെ ഫ്രണ്ട് കിഷോർ, അവൻ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ വർക്ക് ചെയ്യണം. നമ്മുടെ സാമിന്റെ നമ്പർ അവനെ കൊടുത്തിരുന്നു. അവന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 1-2 മാസം കൊണ്ട് അവന് വന്ന ഇൻകമിംഗ് കോളും ഔട്ട് ഗോയിങ് കോളും ആരുടെയൊക്കെ എന്തൊക്കെയാന്ന് അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോൾ അവനെ ഏറ്റവും കൂടുതൽ വിളിച്ചതേ ഒരു ഹിമ അലക്സ് എന്ന പെൺകുട്ടിയാ. അവളും ഇതുമായിട്ട് എന്താ ബന്ധം? എടാ അവളുടെ അഡ്രസ് എനിക്കറിയാം. അവള് താമസിക്കുന്നത് നമ്മുടെ തരുവിന്റെ ഫ്ലാറ്റിലാ. തരു വിചാരിച്ച സാമിന്റെ പുതിയ നമ്പർ കിട്ടൂലേ? അതൊരു ഭീകര ഐഡിയ ആണല്ലോ. സത്യം. വലിയ കുഴപ്പമില്ലാതെ സൊസൈറ്റിയിൽ ജീവിച്ചു പോകുന്ന ആളാ ഞാൻ. ആരെ അങ്ങോട്ട് ചെന്ന് ഉപദ്രവിക്കാറില്ല. തിരിച്ച് ഇങ്ങോട്ട് അങ്ങനെ ഉണ്ടായാലും വിട്ടു കൊടുക്കാറുമില്ല. അത് ഞാനും അങ്ങനെയൊക്കെ തന്നെ. ഞങ്ങൾ കുറച്ചു പേര് ചേർന്ന് ഇല്ലാത്ത കാശ് മുടക്കി ഒരു ഈവന്റ് കമ്പനി തുടങ്ങി. അതിന്റെ ഫസ്റ്റ് പ്രോഗ്രാമാ ഇന്നലെ കൊളവാക്കിയത്. മനസ്സിലായോ? എല്ലാവരും ആകെ ടെൻസ്ഡാ. ഈ ഒരു ഒറ്റ സംഭവം ഞങ്ങളുടെ കമ്പനിയുടെ ഇമേജിന് എത്രത്തോളം ബാധിച്ചു എന്നറിയോ? ഇതൊക്കെ എന്നോട് പറയുന്ന എന്തിനാ? ഞാനാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. തന്നോടല്ലാതെ പിന്നെ ആരോട് പറയാനാ? പറച്ചിലിടാത്തൊന്നും ഞാനാണ് എല്ലാത്തിനും കാരണം. ശരി അത് വിട്. തന്റെ ആ കൂട്ടുകാരനില്ലേ, അയാളുടെ വായിന്ന് വന്ന ദിവ്യമൊഴിയൊക്കെ ഞാനും കേട്ടിരുന്നു. അതൊന്നും ഞാൻ അവളുമാരോട് തൽക്കാലം പറഞ്ഞിട്ടില്ല. ഇതൊക്കെ വിശ്വസിക്കണോ വേണ്ടോ എന്നുള്ള അവസ്ഥയല്ല ഞാനിപ്പോ. ഇത് പറയാനാണോ താൻ കാണണമെന്ന് പറഞ്ഞ? ഏയ് കൂൾ മാൻ. കാണണമെന്ന് പറഞ്ഞത് അതിനല്ല, വേറൊരു കാര്യത്തിനാ. വേറെ ഒരു താങ്ക്സ് പറയാൻ. താങ്ക്സോ? താങ്ക്സ്. അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ആദ്യമായിട്ട് കണ്ടത് എപ്പോഴാന്ന് ഓർമ്മയുണ്ടോ? തനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. ട്രെയിനില്. അതെ, അന്ന് ഇയാള് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. ആ റിയ എന്നെ ചതിക്കായിരുന്നു. അവൾ ആ പൈസ ബാങ്കിലിട്ടില്ലായിരുന്നു. അത് ചോദിച്ചുകൊണ്ട് വീണ്ടും ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോ ഞാൻ ആ ടെൻഷനിലെല്ലാം വിട്ടുപോയി. അല്ലാതെ ഒന്ന് പോലീസ് വന്നപ്പോ ഞാൻ ഒറ്റപ്പെടുത്താൻ നോക്കിയതൊന്നും അല്ല. ശരിക്കുള്ള ഉപകാരം ഗോപി പിന്നീട് എനിക്ക് ചെയ്തു തന്നത്. നമ്മുടെ സെക്കൻഡ് മീറ്റ് ഇല്ലേ, അന്ന് നിങ്ങൾ 3 പേര് യാദൃശ്യം എന്റെ വീട്ടിൽ വന്നില്ലേ കല്യാണ തലേന്ന്? അന്നും ഗോപിയുടെ കൂട്ടുകാരന്റെ മഹത് പ്രവചനം ഉണ്ടായാലോ. പറഞ്ഞ പോലെ തന്നെ കല്യാണം മുടങ്ങി. സത്യത്തിൽ ആ കല്യാണം എങ്ങനെയും മുടങ്ങണമെന്നായിരുന്നു എനിക്ക്. മോളെ എന്താ മോളുടെ പരിപാടി? അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ? കല്യാണം നടക്കുന്ന സമയത്ത് നടക്കണ്ടേ? അച്ഛന് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ, അത് തീർക്കണ്ടേ? അച്ഛൻ എനിക്ക് കാനഡയിൽ പോകണം. സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ട് ഞാൻ കല്യാണം കഴിക്കാം. മോളെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അച്ഛൻ അവർക്ക് വാക്ക് കൊടുത്തുപോയി. ഇനി അച്ഛൻ ആ കാര്യം അങ്ങ് തീരുമാനിക്കും, മോളനുസരിക്കും. വേറൊന്നും അച്ഛൻ ഈ കാര്യത്തിൽ പറയാനില്ല, കേട്ടോ? അച്ഛൻ പ്ലീസ്. മോളൊന്നും പറയണ്ട. അന്നാ കല്യാണം നടന്നിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്റെ ജീവിതം മാറി മറിയായിരുന്നു. അപ്പോഴേ ഒരു നിമിത്തം പോലെ നിങ്ങൾ വന്നത് എന്റെ കല്യാണം മുടങ്ങി. അല്ല അത് സോറി. ശരിക്കും ഇയാളുടെ പ്രസൻസ് അല്ല എന്നെ സേവ് ചെയ്തത്. എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. ഐ എം റിയലി താങ്ക്ഫുൾ ടു യു. ആക്ച്വലി അത് പിന്നെ ഞാൻ അതെ, നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ? എനിക്ക് ബോയ് ഫ്രണ്ട്സ് ഒന്നുമില്ല. ഞാൻ ഫ്രീ ആണ്ട, വേണമെങ്കിൽ. വേണ്ട, ഫ്രീ ബേർഡ് നല്ലത്. നീ ആരെ കിട്ടിയാലും വിടൂല. എന്തായി സംസാരിച്ചു കഴിഞ്ഞാ? അതെ, നിങ്ങളുടെ റൂമിലെ ഹിമ എന്ന് പറഞ്ഞ പെൺകുട്ടി ഉണ്ടോ? അവക്കേ സാം എന്ന് പറഞ്ഞ ബോയ് ഫ്രണ്ട് ഉണ്ടോ? സാം ബോയ് ഫ്രണ്ടോ? എന്താ ബോയ് ഫ്രണ്ട് മോശമാണോ? ടൗണിലെ ഫ്ലവർ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ഫ്ലവർ മറന്നു വെച്ചത് തിരികെ തരാൻ വന്ന് പരിചയപ്പെട്ടതാ. പിന്നെ അങ്ങോട്ട് ശല്യായില്ലേ, അവസാനം അതൊരു ഒഴിയാബാധയായി. അയ്യോ, പിന്നെ ഒരു പറഞ്ഞു കേട്ടോ, ഒരു നമ്പർ ഒന്ന് വിളിച്ചോ, വളരെ അത്യാവശ്യം. I'll try my best. എന്താണ്? നിർത്ത് വണ്ടി. എന്താണ് ഇതെത്ര സമയം? നീ എങ്ങോട്ട് പോന്നേന്ന് പറ. എടാ തരു നമ്പർ തരുമ്പോൾ കാത്തിരിക്കാനുള്ള സമയം നമുക്കുണ്ടാ? നമുക്ക് സാമനെ കണ്ടുപിടിക്കാനുള്ള വഴി ആലോചിക്ക്. എന്ത് വഴി? എടാ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആള് കിടുവാണ്. പക്ഷെ അവനൊന്നു പറഞ്ഞ് രണ്ടാമതിന് പണിയും, അതാണ് പ്രശ്നം. പക്ഷെ അവൻ വിചാരിച്ച കാര്യം നടക്കൂട്ടാ. അവനെ പോയി ഒന്ന് കാണാം. അതാരാ? ഷിബു. പി ഷിബു. ഷിബു ഇയാളാണ്.
ഊതി വെക്കിനോ? ഭയങ്കര രസാ. ഇവിടെ ഒന്ന് ഒരു കാര്യം പറയട്ടെ. എടാ ഇനി മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ ഇവൻ താരി കെട്ടിയിരിക്കും. ഇതെന്റെ വാക്കാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. നമുക്ക് ഒരു സെൽഫി എടുത്താലോ? എന്തിനാ സെൽഫി? വീട്ടിൽ പെങ്ങളെ കുട്ടിയുണ്ട്. ആ മറ്റു ചെറുതല്ലേ? ഓൻ ചോദിക്കാം മണ്ടന്മാരെങ്ങനെ തിരിച്ചറിയാം, ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാ. ലോകത്തെല്ലാരും പറ്റിക്കുന്ന ആളല്ലേ വൈ അല്ലേ? എടാ ജോക്കല്ലേ? പോടാ, എന്ത് മനസ്സിലായി? അവൻ നല്ല ഇടികൂട്ടാ, മഹാ തല്ലിപ്പിളിയാ. ആദ്യം പറയണ്ടേ? ഞാൻ അതിലെ പറയുന്നത്. പിന്നെ അവനെ ഏറ്റടാ, അവന് ഭയങ്കര കോണ്ടാക്ട്സ് അല്ലേ കൊച്ചിയില്. അതൊക്കെ ഓക്കെ. എന്തായിരുന്നു ഒരു ഡിസ്കഷനാ നമ്മുടെ കാര്യം തന്നെ. മോനെ മിച്ചു, ഇന്ന് രാവിലെ ഞാൻ കൊച്ചിയിൽ വന്നിറങ്ങിയപ്പോ കാണാൻ തുടങ്ങിയല്ലോ നിന്നെ. നീ കാര്യം പറ. നീ കേറടാ, പറയാം. എന്താ പറ? ആദ്യം കാര്യം നടക്കട്ടെ. കുഴൽപ്പണോ? എടാ പതുക്കെ പറ, ഇതൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന സംഭവമാണ്. എടാ മിച്ചു, നീ ഇതെന്താ പറയുന്നത്? നിനക്ക് ഇതിന്റെ ഗൗരവം അറിയണ്ടാ? ഗൗരവം മാങ്ങാത്തൊലി 10 പൈസ കിട്ടുന്ന നേരത്താ അവന്റെ. അങ്ങനെ വിചാരിച്ചാൽ മതി. എടാ ഞാൻ ഈ കൊച്ചി വന്നിട്ട് എത്ര നാളെന്ന് അറിയോ? വല്ല മേൽഗതിയും പിടിച്ചാ നമ്മളീ രക്ഷപ്പെടണമെങ്കിലേ കൊച്ചി എന്താണെന്ന് ആദ്യം വരണം. അതിനുള്ള വഴിയാണ് ഷിബു. പറയ് കേക്കട്ടെ. എടാ അടുത്ത തിങ്കളാഴ്ച ടീം വരും ബാഗുമായിട്ട്. അതിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര കാശായിരിക്കും, ബ്ലാക്ക് മണി. നമ്മളവരെ പൊക്കുന്നു, നമുക്ക് കമ്മീഷൻ തന്നില്ലെങ്കിൽ പുറത്തു പറയുന്നു. ആകെ കൂടെ ഒരു ജഗ പോകാം. അവർ മേടിച്ച് കാശ് തരും, നമ്മൾ പോക്കുന്നു. അത്ര തന്നെ. എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ? എടാ നീ ലാഘവത്ത് പറഞ്ഞ കാര്യത്തിന്റെ ഗൗരവം കുറയില്ല. ഞാനിതിന് സമ്മതിക്കില്ല. നമുക്ക് ആ കാശ് വേണ്ട. നിനക്ക് വേണ്ട, എനിക്ക് വേണം. എടാ പറയുന്ന മനസ്സിലാക്കടാ. മാറിയ 5 പൈസ ഇല്ലാണ്ട് വല്ല പോലീസും പിടിച്ചു കഴിഞ്ഞാൽ നിനക്ക് അറിയാഞ്ഞിട്ട് അതിന്റെ പ്രശ്നങ്ങൾ. എടാ നീ രക്ഷപ്പെടുകയില്ല, രക്ഷപ്പെടാൻ പോണവനെ രക്ഷപ്പെടുത്തേയില്ല. അതാണ് നിന്റെ പണ്ടുള്ള സ്വഭാവം. ഏത് നേരത്താണ് ഇവൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഗോപിയെ ഞാൻ കാണുമെന്ന് പറഞ്ഞത് എന്തിനാന്ന് ഞാൻ പറഞ്ഞതുമില്ല, ഗോപി ചോദിച്ചതുമില്ല. എന്തിനാ പറയൂ. എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അംബീഷനെ പറ്റി ഞാൻ ഇന്നലെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? കാനഡ. ഇന്നലെ നമ്മൾ പിരിഞ്ഞ ശേഷം എനിക്കൊരു സർപ്രൈസ് ഉണ്ടായി. ഒരു ഇന്റിമേഷൻ. കാനഡയിലേക്ക് പോകുന്നതിന്റെ പ്രിലിമിനറി സ്റ്റെപ്പായി നാളെ അബാദിലെത്തണമെന്ന്. കൃത്യം 11 മണിക്കാണ് ഇന്റർവ്യൂ. ഇതിൽ ഞാൻ വിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ ഒന്നും പേടിക്കാനില്ല. തീർച്ചയായും വേണം. പക്ഷെ ഈ ഇന്റർവ്യൂവിന് ഗോപി എന്റെ കൂടെ വരണം. ഞാനെന്തിനാ കൂടെ വരുന്നത്? വരണം, വന്നേ പറ്റൂ. അത് എന്റെ ഒരു ആഗ്രഹം. ഗോപി എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ഇന്റർവ്യൂവിന് എന്തായാലും ഞാൻ സെലക്ട് ആവും. അങ്ങനെയൊന്നുമില്ല. ഇല്ലെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ എങ്ങനെ കൃത്യമായി അറിയിപ്പ് വരും? ഞാൻ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഇന്റർവ്യൂവിന് പാസ്സാവും. തരും എന്തായാലും ഇന്റർവ്യൂവിന് പോണം. ഇല്ല ഗോപി, നിമിത്തങ്ങളിലൊക്കെ എനിക്ക് വിശ്വാസം കൂടിക്കൂടി വരിക. ഇല്ലെങ്കിൽ നമ്മളൊന്നും അറിയാത്ത എന്തൊക്കെയോ നമുക്ക് ചുറ്റും ഈ ലോകത്ത് നടക്കുന്നുണ്ട്.